കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ഫൈനലാണ്. ഫൈനലിന് മുന്നോടിയായിട്ട് താരങ്ങളൊക്കെ റീഫ്രഷ്മെൻറ്റിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിൻ്റെ കൂടെയാണ്. അവർ ഒരു ഗെയിം സോണിന് വേണ്ടി, ഫൺ സോൺ ടീമിന് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ടീമിൻ്റെ താരങ്ങൾ, ഉടമ, താരങ്ങൾ, പരിശീലകർ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ടീമിൻ്റെ സിഇഒയിൽ നിന്ന് തുടങ്ങാം. പ്രഭിചേട്ടാ, ഫൈനലാണ്, അല്ല, ഫൈനലിനെ കുറിച്ച് ഇന്ന് നമ്മൾ മറന്നേക്കുക. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുള്ള് എൻജോയ്മെൻറ്റ് ഇതിലാണ്. ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രീയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഔട്ടിങ്ങിന് വേണ്ടി, മൈൻഡ് റിലാക്സേഷൻ, ഒരു ഹാപ്പിനെസ് ഫാമിലിക്ക് ടൂറിന് വേണ്ടി വന്നതാണ്. പൊരിഞ്ഞ പോരാട്ടമാണ്. സച്ചിൻ ബേബി എതിരായിട്ടുള്ള കളിയാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം, ഇതിൽ തോപ്പിക്കുന്ന ഭയങ്കര അഹങ്കാരം. കഴിഞ്ഞ തവണ തോറ്റേൻ്റെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊരു എടുക്കുവാണെങ്കിൽ പ്രഭിചേട്ടൻ എത്ര കളി തോറ്റു? നമ്മുടെ 12 മാച്ച് ഉണ്ടായിരുന്നു, 12 കളി ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം പറയാണ് കഴിഞ്ഞ ദിവസം അവിടെ കസേരകളിലും ജയിച്ചിരുന്നു. കസരകളി അത് വീഡിയോ എടുത്തുകൊണ്ട് പുറത്തു വന്നു. ഇപ്പോൾ ഇതേ കളകളിയാണ് ഫുള്ള്. ഇന്നിപ്പോൾ ഇവിടെ താരങ്ങളെല്ലാം കൂടി ഒന്ന് അടിച്ചു പൊളിച്ച് കൂടി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുകയാണ്. താരം നിങ്ങളല്ലേ, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് നമ്മളെ താരങ്ങളാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജനനിയുടെ എല്ലാവർക്കും ഹാപ്പി ഓണം. വളരെ മനോഹരമായിരുന്നു. ഇന്നലെ തിരുവോണ നാളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയ ടൂർണമെൻറ്റിൽ നമ്മൾ സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ ഫൈനലിലാണ്. നാളെയാണ് ഫൈനൽ. എല്ലാവരും ഫൈനൽ കാണാൻ വരണം. അത് മാത്രമല്ല, ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഭരത് സൂര്യ എന്ന് പറഞ്ഞ പയ്യൻ ഒരു ചാൻസ് പോലും കിട്ടാണ്ടിരിക്കുന്നു. സെമി ഫൈനലിൽ വന്നൊരു 50 അടിച്ച്, വളരെ മനോഹരമായ 6 അടിച്ച്, ശരിക്കും ഒരു എന്താ പറഞ്ഞേ, അടിച്ച് പൊളിച്ചു ഇന്നലെ ഓണം. അത് വളരെ സന്തോഷമായിരുന്നു. നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ആദ്യം നമ്മളെല്ലാവരുടെയും ഓണക്കളിയൊക്കെ കളിച്ചത്. ക്രിക്കറ്റ് വരെ കളിച്ചു മടക്കല ബാറ്റ് വെച്ച്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫണ്ടൂരയിലെ ലുലുവിൽ വന്നല്ലോ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ നമ്മൾ വന്ന്, അതൊരു നല്ല നിമിത്തമായിരുന്നു. അതുപോലെ ഈ തവണ വരാൻ പറ്റി. നാളെയാണ് ഫൈനൽ. അപ്പം അതിനുള്ള ഒരു എന്താ പറയുക, ഏതൊരു പ്രൊഫഷണലും ഞാൻ അച്ഛനെന്ന് പഠിച്ചാണ്. അച്ഛനും നമുക്ക് അമ്മ പറയും, ഇപ്പോൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ എന്തൊക്കെ വരുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ട്രെസ് ആവുള്ളൂ. അതിനു മുമ്പ് പ്രിപ്പറേഷൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈ ടൂർണമെൻറ്റിൽ തീർച്ചയായിട്ടും കൊല്ലം ഏരീസ് സെയിലേഴ്സ് വളരെ നല്ല പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു റിലാക്സിങ് മോഡിലാണ്. എല്ലാ താരങ്ങളും ഉണ്ട് ഇവിടെ. അതെ, എല്ലാവരും ഉണ്ട്. അവരുടെ വൈഫ്, കൊച്ചുങ്ങൾ, ഓണർ എല്ലാവരും ഉണ്ട്. ഓണേഴ്സും ഉണ്ട്, കോർണേഴ്സ് ഉണ്ട്, ഫിസിയോ. ഇതൊരു ടീമാണ്. അത് എൻ്റെ ഓഫ് ദ ഡേ IM വിജയൻ ചേട്ടനോട് നന്ദി പറയാനായിരിക്കും. കാരണം പണ്ട് ഞാൻ ഇന്ത്യ കളിക്കുന്ന ടൈമിൽ പുലിക്കുട്ടന്മാരാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻജോയ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും നമ്മൾ ഇപ്പോൾ ഓണത്തിൻ്റെ പ്രത്യേകത ഒന്നായ്മയാണല്ലോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ടൂർണമെൻറ്റ് ജയിച്ചതിൻ്റെ ഒരു ബിഗസ്റ്റ് സീക്രട്ടും. ഒരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒരു നിങ്ങൾ വലുതാണ് നിങ്ങൾ ചെറുതാണെന്നൊരു ഫീലില്ല, എല്ലാവരും ഒരുപോലെ തന്നെ. എന്തായാലും താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ശ്രീചേട്ടൻ കളിക്കുന്നതിനിടയ്ക്ക് നമ്മൾ വിളിച്ചതാണ്. ഞാൻ കളിക്കുമല്ലോ കേട്ടോ, ഞാൻ കളിക്കുമല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഓടി നടക്കുകയാണ്, എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. നമ്മുടെ കറുന്നമാർ നമ്മുടെ സച്ചിൻ ബേബി പറഞ്ഞ പോലെ നമ്മളൊരു ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ എൻ്റെ കമ്പാക്ക് നടത്തിയപ്പോൾ 39-ാം വയസ്സിൽ കമ്പാക്ക് നടത്തിയപ്പം ഒരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് വരെ ചാച്ചനും പിള്ളേരെന്നായിരുന്നു. അപ്പോൾ ഞാൻ ചാച്ചനാണ് ഇവരുടെ. അപ്പം അങ്ങനെ നടക്കുവാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ. പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി, ഏരീസ് കൊല്ലം സെയിലേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്ലീസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ കളി നടക്കുന്നുണ്ട്. അവിടെ താരങ്ങളൊക്കെ ഓരോ ഗെയിം, ഓരോ ഫൺ സോണുകളിലായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ടീമിൻ്റെ പരിശീലകർ ഒരാൾ നിഖിലേഷ് ചേരുന്നുണ്ട്. നിഖിലേഷ്, അവരെല്ലാവരും ഒരു എൻജോയ്മെൻറ്റ് മോഡിലാണല്ലേ? പിന്നെ എല്ലാം അടിച്ചു പൊളിക്കണം. നാളെ ഫൈനൽസ് അല്ലേ, അപ്പോൾ അതിന് മുന്നേ ഒന്ന് റിലാക്സ് ആവാൻ എല്ലാവരും. ഇത് പോരാട്ടമൊന്നുമല്ല, നമ്മുടെ ഈസി വിന്നാണ്. അവരുടെ പോരാട്ടമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ പ്ലെയേഴ്സിനും ഒരു മൂഡ്, മൈൻഡ് ഒന്ന് റിലാക്സ് ആണ്. ഇപ്പോൾ നാളൊരു വലിയ ഒക്കേഷൻ ആയതുകൊണ്ട് ശ്രീശാന്തേടം പറഞ്ഞാണ് കുറച്ചൊന്ന് നമുക്ക് എല്ലാവരും റിലാക്സ് ആവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ടീമായിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അത് തന്നെയാണ്. നമുക്കിനി താരങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ടീമിൻ്റെ മാനേജർ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പലപ്പോഴും താരങ്ങളുടെ ഫൈറ്റ് എടുക്കാൻ വരുമ്പോഴൊക്കെ കാണുന്നുണ്ട്. ഒരു കർക്കശക്കാരനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് വണ്ടി കയറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഫൈനൽ ദിവസം ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ കർക്കശക്കാരനൊന്നും അല്ല ആക്ച്വലി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് ടീമിനെ കറക്റ്റ് ഉത്തരവാദിത്തമായി പ്രാക്ടീസ് സെക്ഷന് കൊണ്ടുപോവുക, പ്ലേയേഴ്സിൻ്റെ സ്ട്രെങ്തനിങ് കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് എൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു റെസ്ട്രിക്ഷൻസ്, അത് ആ ടൈം ലാപ്സിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്, അല്ലാതെ നിങ്ങളുടെ തറഞ്ഞ് യാതൊരു വൈരാഗ്യം കൊണ്ടല്ല. ഇപ്പോൾ ഒബ്വിയസ്ലി ഭയങ്കര റിലാക്സ്ഡ് ആണ് ആക്ച്വലി. അറിയാലോ, നമ്മൾ വീണ്ടും 2ാം സീസണിൽ നമ്മൾ ഈ പ്രാവശ്യം ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പം hopefully sure we will lift the cup, and thank you for all the medias and all the fans for our Kollam Sailors.
താങ്ക് യു ഓൾ. ഡെഫിനറ്റ്ലി വി വിൽ വിൻ ദ കപ്പ്. ഇപ്പോൾ നമ്മുടെ കൂടെ ടീമിൻ്റെ ഫിസിയോ ചേരുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്, ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഇവരുടെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചേട്ടനാണ്. അതെ അതെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫിറ്റാണ്. നല്ല ക്ലാസ് ആയിട്ട് തന്നെ ബാറ്റിങ്ങും ബോളിംഗ് ഒക്കെ നന്നായി പോകുന്നുണ്ട്. അവരവരോട് തന്നെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആർക്ക് തന്നെ വലിയ ഇഞ്ചുറീസ് ഒന്നുമില്ല, ചെറിയ നിഗിൾസ് ഒക്കെ ഉള്ളൂ. ബട്ട് എവ്രി വൺ ഈസ് വെരി ഫിറ്റ്. ആൻഡ് നാളെ ദ മെയിൻ ഡേ ആണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി എല്ലാവരും നന്നായി പെർഫോം ചെയ്യും. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഫൈനൽസിന് തൊട്ട് മുന്നോടിയായിട്ട് ഇങ്ങനൊരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൈൻഡിന് വളരെ റിലാക്സ് ആവില്ലേ? അതായത് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തെല്ലാം അവരുടേതായ കൾച്ചറിൽ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി വേണ്ടത് മെൻ്റൽ പീസും അവർക്ക് ഒരു സ്ട്രെസ് ഫ്രീ ഇല്ലാതെ കളിക്കാൻ പറ്റണം. അവരുടെ ഗെയിം പുറത്തോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ടീം ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താരങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. ഈ അവസാനം മത്സരത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ അല്ലേ? അതെല്ലാവരും കൂടി ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് റിലാക്സ് ആയിട്ടൊരു ഇന്ന് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ലുലുവിലേക്ക് ഒന്ന് വന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒരു റിലാക്സേഷൻ, എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ടുള്ള എല്ലാവരും ഒരു ഔട്ടിങ്, അത് മാത്രമായിട്ടേ കാണും. അതായത് എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലാണ്. കാരണം മത്സരത്തിന് തൊട്ട് മുന്നോടിയായിട്ടും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് മത്സരത്തിന് പോവുക. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം എം നിഖിൽ കുമാർ, ജനം.